1.5 വർഷം മുമ്പ് സൗദിയിലെ ദമാമിലേക്ക് വീട്ടുജോലിക്കായി പോയ കൊച്ചി പള്ളുരുത്തി സ്വദേശി രാധാമണിക്ക് ആദ്യത്തെ 6 മാസത്തെ ശമ്പളം തവണകളായാണ് ലഭിച്ചത്. ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ കഠിനമായ പണിയും വിശ്രമമില്ലാത്ത രാവുകളും. എങ്ങനെയെങ്കിലും രാധാമണിക്ക് നാട്ടിലെത്തണം. അതിനുള്ള അഭ്യർത്ഥനയുമായാണ് ഭർത്താവ് ബാബുവും 2 മക്കളും പ്രവാസ ലോകത്തെത്തിയിരിക്കുന്നത്. എത്ര വർഷമായി? 1 വർഷം 5 മാസം. അതിനു മുമ്പ് പോയില്ല? അതിനു മുമ്പ് കുവൈറ്റിലാ പോയിരിക്കണം. കുവൈറ്റിൽ പോയിരുന്ന ആളാണ്. എത്ര മക്കളുണ്ട്? ഞങ്ങൾ 2 പേര്. ഈ 2 പേരാ. ഇപ്പോ എന്താ പറയുന്നത്, റിയാദിൽ ഇവിടെ ദമാമിലാണല്ലോ അല്ലേ? വിളിക്കുമ്പോ എന്താ പറയണ? വിളിക്കുമ്പോ ഒരാഴ്ച ശനിയാഴ്ച വിളിക്കാൻ തുടങ്ങിയെന്നാ അടുത്ത വെള്ളിയാഴ്ച അവരെടുക്കുന്നത്. എടുക്കാൻ കൂട്ടാക്കുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടും. എന്താ അടുത്ത പ്രശ്നം? അവിടെ ഇപ്പൊ ഭയങ്കര ശല്യമാണ്. ഭയങ്കര ഭക്ഷണവും ഇല്ല. എങ്ങനെയെങ്കിലും അതൊന്നും തിരിച്ചെത്തിയ ആരാ കൊണ്ടുപോയി? കായംകുളത്തുള്ള രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാ. അയാളെന്താ പറയുന്നത്? അയാളെ വിളിച്ചിട്ട് എടുക്കണില്ല ഇപ്പൊ. ശമ്പളം വല്ലതും അയച്ചിരുന്നോ? ഒരു 6 മാസത്തെ ശമ്പളം 3 പ്രാവശ്യമായിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടൊന്നുമില്ല. രാധാമണിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എന്തെങ്കിലും പോവാൻ കാരണം? ബുദ്ധിമുട്ട് തന്നെ. കാരണം കല്യാണം റെഡി ആയിരിക്കുന്നേന്. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. കല്യാണം കഴിഞ്ഞവരെ റെഡിയാക്കി വെച്ചേക്കണേണ്. അമ്മ പോയി കഴിയുമ്പോ കല്യാണം റെഡി ആയത്. അപ്പൊ അതിനെ കൊടുക്കാനുള്ളൊരു മുമ്പ് കുവൈറ്റിൽ പോയിട്ടുള്ള കാരണം അറബിയൊക്കെ അറിയായിരിക്കും അല്ലേ? കുറച്ചറിയാം. അവര് തല്ലുന്നുണ്ട് അല്ലേ? പ്രവാസ ലോകം ദമാമിലെ പ്രവർത്തകരോടാണ് ഇത്തരത്തിലുള്ള കഥകൾ കേട്ട് മരവിച്ച മനസ്സുള്ളവരായി നമ്മൾ മാറുന്നു. ഇത് നമ്മൾ പ്രവാസ ലോകത്തിലൂടെ കേൾക്കുന്നത് വളരെ കുറഞ്ഞ കഥകൾ മാത്രമാണ്. ഇതിന് പുറത്ത് ദിവസവും പ്രവാസ ലോകം പ്രവർത്തകരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം കണ്ണീരലിയിക്കുന്ന കഥകൾ കേട്ടാണ് ദിവസങ്ങൾ കഴിക്കുന്നത്. എവിടെയാണ് ഇതിനൊരു അറുതി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. രാധാമണിയുടെ കഥ അതിലൊന്നാണ് എന്നുള്ളത് നമുക്കറിയാം. രാധാമണി കുവൈറ്റിൽ പോയുള്ള ജോലി ചെയ്തൊരു സ്ത്രീയാണ്. മർദ്ദനം സഹിക്കാതെയാണ് ആ അമ്മയുടെ കണ്ണീരാണ് ഈ മക്കളുടെ കണ്ണീരിലൂടെ ഞാൻ കാണുന്നത്. 50 വയസ്സായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും തല്ലുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ശമ്പളം കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏത് നീതിയാണ്, ഏത് മതത്തിൻ്റെ നീതിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രവാചക തിരുമേനിയുടെ നാടാണ് സൗദി അറേബ്യ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. തൻ്റെ മക്കാ വിജയത്തിൽ താൻ തൻ്റെ പട്ടാളത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കാണുകയും ആ പട്ടിക്ക് ഒരു കാവൽ നിർത്തുകയും ചെയ്ത പ്രവാചകൻ, ഉന്മാദത്തിൽ പോകുന്ന പട്ടാളക്കാർ ആ പട്ടിയെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് എന്നുള്ള നിശ്ചയത്തിലാണ് ഒരു പട്ടാളക്കാരനെ ആ മാർച്ച് കടന്നു പോകുന്നത് വരെ ആ പട്ടിക്കും കുട്ടികൾക്കും വേണ്ടി കാവൽ നിർത്തിയത്. അത്തരത്തിലുള്ളൊരു വ്യക്തി പ്രവാചകനായി അവതരിക്കുകയും അവിടെ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും കൊടി ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ദുരന്ത കഥകൾ കേൾക്കുന്നത്. സ്ത്രീയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ത്രീയുടെ കണ്ണുനീര് വീണെടുത്ത് പ്രാർത്ഥന ഫലിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഖലീഫമാരുണ്ടായിട്ടുള്ള നാട്ടിലാണ് അറേബ്യയും അതുപോലെ പശ്ചിമേഷ്യയും. അവിടെയാണ് കണ്ണീരിൽ കുതിർന്ന കഥകളുമായി നമ്മളുടെ സഹോദരിമാർ ഈ ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിലെത്തുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടേറെ പേർ ഇത് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ കേട്ടറിയുന്നുണ്ടാവും.
നിങ്ങളുടെ ശബ്ദം ഇതിനു വേണ്ടി ഉയരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടേറെ പണ്ഡിതന്മാരുള്ള അറബി ഭാഷ നല്ലവണ്ണം അറിയുന്ന എത്രയോ പണ്ഡിതന്മാർ കേരളത്തിൽ തന്നെയുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയം എല്ലാ മനുഷ്യസ്നേഹികളെയും അറിയിക്കണം. ഇതിനൊരു പരിഹാരമുണ്ടാവണം. മർദ്ദനവും പീഡനവുമല്ല ജോലി തേടി പോകുന്നവർക്ക് കൊടുക്കേണ്ടത് വേതനം മാത്രമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് രാധാമണി ദമാമിലുണ്ട്. അവർ പ്രവാസ ലോകം പ്രവർത്തകരെ വിളിക്കും. എങ്ങനെയെങ്കിലും ആ സഹോദരിയെ കയറ്റി അയക്കണം നിങ്ങൾ എന്നാണ് എനിക്ക് നായിമിനോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത്. നായിമിൻ്റെ നമ്പർ അവർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കും. ആ നമ്പറിൽ നമ്പർ ഞങ്ങൾ തരും. ആ നമ്പറിൽ അമ്മയോട് വിളിക്കാൻ പറയണം. അമ്മ തീർച്ചയായിട്ടും മോചിപ്പിക്കപ്പെടും. പുറത്തേക്ക് വിളിക്കാനുള്ള സൗകര്യം വിളിക്കാൻ പറ്റൂല, പുറത്തോട്ട് പുറത്തേക്ക് അവരെ കൊണ്ട് വിളിപ്പിക്കണ്ട. കൊടുത്തിട്ടില്ല അമ്മക്ക്. മൊബൈലൊന്നും കൊടുത്തിട്ടില്ല. മൊബൈലിലാ വിളിക്കുക. അവരുടെ മൊബൈലാണ് നമ്മൾ വിളിക്കണത്. അത് 5 മിനിറ്റ് ആവണേന് മുമ്പ് അവര് തട്ടിപ്പറിച്ച് മേടിക്കുകയും ചെയ്യും. അതാണിപ്പോ 110 രൂപ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്, ഞങ്ങൾ ഇപ്പോൾ ഇതിന് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരും ഈ നമ്പറും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അവർ കണ്ടുപിടിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഈ നായവിൻ്റെ നമ്പർ ഒന്ന് വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തോളൂ. എങ്ങനെയെങ്കിലും ആരെക്കൊണ്ടെങ്കിലും വിളിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേട്ടാ. ശരിയാവും കേട്ടാ. വിഷമിക്കട്ടെ. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമവും ചെയ്യും. കരയാണ്ട് നിങ്ങൾ പോകുക കേട്ടാ.